ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ചിത്രീകരണം. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് പുലർച്ചെ വരെ സിനിമാ ചിത്രീകരണം നടന്നത്. ചിത്രീകരണത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയ രോഗികൾ വലഞ്ഞു. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് നടന്നത്. രാത്രി 9 മണിയോടെയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ചിത്രീകരണം ആരംഭിച്ചത്. അത്യാഹിത വിഭാഗത്തിന്റെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ 50ഓളം പേർ ചിത്രീകരണ സമയത്ത് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു. രോഗികളെ ഡോക്ടർ ചികിത്സിക്കുമ്പോഴും സമീപത്ത് സിനിമാ ചിത്രീകരണം നടന്നു. പരിമിതമായ സ്ഥലത്ത് അണിയറ പ്രവർത്തകരും ക്യാമറയും അടക്കമുള്ള ഉപകരണങ്ങളും നിറഞ്ഞതോടെ വലഞ്ഞത് രോഗികളാണ്. അത്യാഹിത വിഭാഗത്തിലെ രോഗികളുടെ സഞ്ചാരം നിയന്ത്രിച്ചും ചിത്രീകരണം നടന്നു. അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ ഫ്രണ്ട് വശം മാത്രമാണ് ഇപ്പോൾ തിരക്കൊഴിഞ്ഞ് നിൽക്കുന്നത്. ഞാനൊരു രോഗിനെ കൊണ്ട് അത്യാവശ്യ നിലയിൽപ്പെട്ട ഒരു രോഗിനെ കൊണ്ട് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിച്ചു ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ എന്തോ അത്യാഹിതം സംബന്ധിച്ച ആൾക്കാർ ഓടിക്കൂടിയേക്കുന്നതാണ്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അത് സാധാരണക്കാരായ രോഗികൾക്ക് ഓടിച്ചെല്ലേണ്ട താലൂക്ക് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്ത LFലോ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷങ്ങളും 10,000ങ്ങളും കെട്ടിവെക്കേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ കാഷ്വാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമാ ഷൂട്ടിംഗ് വാഹനങ്ങളും ഉപകരണങ്ങളും കൊണ്ട് ആശുപത്രി മുറ്റവും നിറഞ്ഞിരുന്നു. ചിത്രീകരണ വേളയിൽ രോഗികളോടും ആശുപത്രി ജീവനക്കാരോടും നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകരുടെ ശബ്ദമുയർത്തിയുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ആശുപത്രിയിൽ നടന്നത്. ജിത്തു മാധവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനശ്വര രാജനും സജിൻ ഗോപുവുമാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. സാധാരണക്കാരായ നിരവധി രോഗികളെത്തുന്ന അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലാണ് സിനിമാ ചിത്രീകരണം നടക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇന്ദ്രജിത്തിനൊപ്പം റാഫി കരീം, ന്യൂസ് മലയാളം 24/7. വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, അതീവ ഗുരുതരമായ ഒരു വീഴ്ചയുടെ വാർത്തയാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് റാഫി യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലാണ് ഇന്നലെ സിനിമാ ചിത്രീകരണം നടന്നത്. 2 ദിവസത്തെ ചിത്രീകരണത്തിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് ആരംഭിച്ച സിനിമാ ചിത്രീകരണം പുലർച്ചെ വരെ നീണ്ടു നിന്നിരുന്നു. അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗികളെയാണ് ഈ സിനിമാ ചിത്രീകരണം വലച്ചത്. അത്യാഹിത വിഭാഗത്തിൽ 50ഓളം സിനിമ അണിയറ പ്രവർത്തകരും ഒപ്പം തന്നെ അഭിനേതാക്കളും ഒപ്പം ഇവരുടെ ക്യാമറയും ഒപ്പം മറ്റു ഉപകരണങ്ങളും എല്ലാം ചെറിയൊരു സജ്ജീകരിച്ചായിരുന്നു സിനിമാ ചിത്രീകരണം. അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തിയ രോഗികളെ ഈ ഒരു ചെറിയ സ്ഥലത്ത്, ഇത്തരം സൗകര്യം കുറഞ്ഞ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ആളുകൾ കൂടി നിന്നും ഒപ്പം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും നടത്തിയ ചിത്രീകരണം വലച്ചിട്ടുണ്ട്. ഒപ്പം അങ്കമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ രോഗികൾ ഇതുമൂലം പ്രതിസന്ധിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ രോഗികളുമായി എത്തിയ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ
വിഭാഗത്തിലെ ലൈറ്റുകളടക്കം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു സിനിമ ചിത്രീകരണം നടന്നത്. ഒപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന അത്യാഹിത വിഭാഗത്തിലെത്തുന്ന ആളുകളുടെ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ പോലും മാറ്റിവെച്ച് ഡോക്ടർ ഇരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഒരു സ്ഥലത്ത് രജിസ്ട്രേഷൻ ഒരു ബുക്കിൽ എഴുതി തരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തെ അതിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന സിനിമാ ചിത്രീകരണം നടന്നത്. ഒപ്പം തന്നെ ഈ സിനിമാ ചിത്രീകരണം നടക്കുന്ന വേളയിൽ അവിടെ കയറ് കെട്ടി തിരിച്ച് വാഹനങ്ങൾ നിയന്ത്രിക്കുകയും ഒപ്പം തന്നെ ഈ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന ആളുകളെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയുടെ സെറ്റ് എന്ന രീതിയിലാണ് താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ ഇത്തരത്തിലൊരു സിനിമാ ചിത്രീകരണം നടന്നത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് നടന്നത്. ആവേശം സിനിമയുടെ സംവിധായകനായ ജിത്തു മാധവാണ് സിനിമയുടെ സംവിധായകൻ. ഒപ്പം തന്നെ അനശ്വര രാജനും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന കഥാപാത്രമായി തന്നെ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ചിത്രീകരണം നടന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ നഗരസഭയോടും ഒപ്പം തന്നെ താലൂക്ക് ആശുപത്രി അധികൃതരോടും വിശദീകരണം തേടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടി. എന്നാൽ താലൂക്ക് ആശുപത്രി അധികൃതർ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റാഫി, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃത്യമായ മുൻധാരണ അല്ലെങ്കിൽ മുൻ ഉറപ്പുകൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒരു സിനിമാ ചിത്രീകരണം എന്ന് പറയുമ്പോൾ വേണ്ടത്. ഇതിന് അവസാനത്തെ വാക്കായി ആരുടെ ഉറപ്പായിരുന്നു വേണ്ടിയിരുന്നത്? DMO അടക്കമുള്ളവരുടെ ഉറപ്പ് വേണ്ടിയിരുന്ന ഒരു സാഹചര്യമാണോ? അത്തരത്തിലുള്ള ആശുപത്രി അധികൃതരുടെയും ഒപ്പം തന്നെ ഈ ഒരു മുന്നേറ്റത്തിലേക്ക് നയിച്ച അണിയറ പ്രവർത്തകരുടെയും ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമുക്കറിയാം, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഏതെങ്കിലും തരത്തിലുള്ള സിനിമാ ചിത്രീകരണം നടത്തണമെങ്കിൽ താലൂക്ക് ആശുപത്രിയാണെങ്കിൽ അതിൻ്റെ സൂപ്രണ്ടിൻ്റെയും മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അതിൻ്റെ സൂപ്രണ്ടിൻ്റെയും ഒപ്പം തന്നെ ഈ താലൂക്ക് ആശുപത്രികൾ നിയന്ത്രിക്കുന്ന നഗരസഭകളിലെ ചെയർമാൻ്റെയോ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയോ അനുമതികൾ വേണം. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ DMOയുടെ അനുമതിയും ആവശ്യമായി വരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ താലൂക്ക് ആശുപത്രികളാകുമ്പോൾ പോലും അതിൻ്റെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗങ്ങളിൽ ഇത്തരത്തിലൊരു സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെ അനുമതി ലഭിച്ചാൽ തന്നെ ഈ സിനിമാ ചിത്രീകരണ വേളയിൽ ഈ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്ന രോഗികളുടെ ഒരു കാര്യം പരിഗണിക്കേണ്ടതുണ്ട്. ഈ രോഗികൾ വളരെ അത്യാഹിതമായി സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും രാത്രിയിൽ ഇത്തരത്തിലുള്ള അത്യാഹിത വിഭാഗങ്ങളിൽ ചികിത്സക്കായി എത്തുക. അങ്ങനെയുള്ള രോഗികളെ പരിഗണിക്കാതെ ആ ഒരു സ്ഥലത്തെ സൗകര്യങ്ങൾ പൂർണ്ണമായും സിനിമാ ചിത്രീകരണത്തിന് വിട്ടുകൊടുക്കുന്നത് എന്തുദ്ദേശത്തോടെയാണ് എന്നുള്ളത് ചോദ്യമായി തന്നെ ഉന്നയിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു അത്യാഹിത വിഭാഗം സിനിമാ ചിത്രീകരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഈ രോഗികളുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിരുന്നു. നഗരസഭ ചെയർമാനും ഒപ്പം തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നൽകിയ വിശദീകരണം ഇത്തരത്തിലൊരു സിനിമാ ചിത്രീകരണത്തിന് നഗരസഭയല്ല അനുമതി നൽകേണ്ടത് എന്നുള്ളതാണ്. നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് അനുമതിയോ മറ്റു കാര്യങ്ങളോ നൽകിയിട്ടില്ല. ഇത്തരമൊരു സിനിമാ ചിത്രീകരണം നടക്കുന്ന വിവരം ഫോണിലൂടെ അറിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ആശുപത്രി സൂപ്രണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അനുമതിയും മറ്റു കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നഗരസഭയിലെ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ആശുപത്രി സൂപ്രണ്ട് എന്തെല്ലാം സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് അത്യാഹിത വിഭാഗത്തിൽ ഇത്തരത്തിൽ ചിത്രീകരണത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത് എന്ന് വലിയ ചോദ്യമാണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ 2-3 ദിവസമായി ശക്തമായ മഴയുണ്ട്. ഈ മഴ ശക്തമായി പെയ്യുന്ന പ്രദേശങ്ങളിൽ മഞ്ഞപ്ര, ഒപ്പം തന്നെ കാലടി, മറ്റൂർ, ഒപ്പം നീലീശ്വരം ഇത്തരത്തിലുള്ള മലയോര മേഖലകളുണ്ട് എറണാകുളം ജില്ലയുടെ. ഈ മലയോര മേഖലകളിൽ നിന്നുള്ള രോഗികൾ രാത്രിയും പകലൊന്നും ഇല്ലാതെ എത്തുന്ന ഒരു ആശുപത്രിയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി. ഈ അത്യാഹിത വിഭാഗം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗമാണ്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യവും കൂടി പരിഗണിക്കാതെ, രോഗികൾ എത്തുന്നത് കൂടി പരിഗണിക്കാതെ അത്യാഹിത വിഭാഗത്തിൽ പൂർണ്ണ തോതിൽ അത്യാഹിത വിഭാഗത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത് എന്തായാലും ഗുരുതര വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ശരിയാണ് റാഫി, തീർത്തും അനൗചിത്യപരമായ ഒരു സാഹചര്യമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചിത്രീകരണ വേള തീർത്തും അവിടുത്തെ രോഗികളെ വലച്ച സാഹചര്യം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. റാഫിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.